Hello everyone, welcome back to my YouTube channel. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് ഹെയർ സ്റ്റൈൽസ് ഒക്കെ നോക്കാണ്. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഹെയർ സ്റ്റൈലിംഗ് അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ നമുക്ക് കുട്ടി സിമ്പിളായിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഞാൻ ഹെയർ ഒക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ലപോലെ ഷാംപൂ ആൻഡ് കണ്ടീഷണറൊക്കെ വെച്ചിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് മാമഅർത്തിൻ്റെ ഒണിയൻ ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് മാമഅർത്തിൻ്റെ ഒണിയൻ ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണല്ലേ, നമ്മൾ ഒണിയൻ ഓയിൽ അതുപോലെ തന്നെ ഉള്ളി അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് അത് ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയർ റൂട്ട്സ് ഒക്കെ സ്ട്രോങ് ആവാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഒണിയൻ ഓയിൽ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് ഇപ്പോൾ മാമഅർത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. മാമഅർത്തിൻ്റെ ഒണിയൻ ഷാംപൂ ആൻഡ് കണ്ടീഷണർ അടിപൊളി പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നമ്മുടെ ഹെയർ റൂട്ട്സ് എല്ലാം നല്ല സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ അപ് ടു 90% വരെ നമ്മുടെ ഹെയർ ഫോളോ റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടോക്സിൻസ് ആൻഡ് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ്. അപ്പോൾ മാമഅർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും മാമഅർത്തിന്റെ ആപ്പിലും വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോഴ്സിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള AGB 2024 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു നല്ല കോമ്പ് വെച്ചിട്ട് മുടിയിലുള്ള ജടയൊക്കെ തീർക്കണം, ഡീടാങ്കിൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കോമ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നല്ലപോലെ ഹെയറിലുള്ള ജടയൊക്കെ ഒന്ന് നമുക്ക് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയറിലെ ജടയൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ജടയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ചെറിയ, അതായത് ഇങ്ങനത്തെ എന്താ പറയുക, കോമ്പില്ല, ഇങ്ങനെ അധികം പല്ല് വലിപ്പമില്ലാത്ത കോമ്പ്, അത് വെച്ചിട്ട് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പം ഫസ്റ്റത്തെ നമ്മുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ എടുക്കുകയാണ് കേട്ടോ. മിഡിൽ എന്താ പറയുക, നേർവാച്ചിൽ എടുക്കുകയാണ് ആദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് കേട്ടോ. ഭയങ്കരമായിട്ടും സംഭവങ്ങളൊന്നുമില്ല, ഭയങ്കര കുഞ്ഞു കുഞ്ഞു സിമ്പിൾ ഹെയർ സ്റ്റൈൽസ് ആണ്. അപ്പം ഇങ്ങനെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ഹെയറും ഇവിടുന്ന് കുറച്ച് ഹെയറും എടുക്കാം. നമ്മുടെ ഈ കോമ്പ് വെച്ചിട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പിരികത്തിൻ്റെ ഈ എന്താ പറയുക, ഇങ്ങനെ മുകളിലേക്ക് വരുന്ന ആ ഒരു ഭാഗമില്ലേ, അവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ നമുക്ക് ഒരു പോർഷൻ കിട്ടും. ഇത്രയും ഭാഗം നമുക്ക് എടുക്കാം. എന്നിട്ട് നല്ല പോലെ കോമ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് വരണത്. ഇനി നമുക്ക് ഇത് നല്ല പോലെ പിരിക്കാം. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിരിച്ചെടുക്കാം. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു പിന്നെ നമ്മുടെ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ പിരിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്, ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പോർഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം, തിരിച്ചു കൊടുക്കാം. അപ്പം ഇവിടെ ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ഇങ്ങനെ തിരിച്ചിട്ട് നമുക്കിനി ഇവിടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇങ്ങനെ പിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുമ്പം ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു പഫ് പോലെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ. ഭയങ്കര സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാവും അതിൻ്റെ, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം.
ഇനി നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഹെയർ സ്റ്റൈലിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഈ 2 സെക്ഷനല്ല എടുത്തത്. ഇനി നമുക്ക് ഇവിടെ നിന്നും കൂടെ കുറച്ച് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഷോർട്ട് ഹെയർ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഹെയർ സ്റ്റൈൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് കുട്ടി ഹെയർ ഒക്കെയാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാനേജബിൾ ആണ്. ഇതിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ലോങ് ഹെയർ ഉള്ളവർക്കും കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് കുറച്ചും കൂടെ രസമായിരിക്കും ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇത്രയും ഭാഗം എടുത്തല്ലോ. ഇനി നമുക്ക് ഈ 2 സൈഡിലുള്ള പോർഷൻസ് നമുക്കിതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഹെയർ എടുക്കണ്ട, കുറച്ച് ഹെയർ എടുത്തിട്ട് ഒരു മീഡിയം ഹെയർ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ക്ലിപ്പ് കുത്തുമ്പോൾ അത് ലൂസായി പോകും കേട്ടോ. ഇനി നമുക്ക് ഇത് ഇത്രേ ഉള്ളൂ. വേണം നമുക്ക് ഇങ്ങനെ നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് പോകാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഹെയർ ആക്സസറി, നമ്മൾ ബീഡ്സിൻ്റെ ഹെയർ ആക്സസറീസ് ഇല്ലേ, അത് മേടിച്ചിട്ട് നമ്മൾ ഈ ക്ലിപ്പ് ചെയ്തിരിക്കുന്നിടത്ത് ഇങ്ങനെ വട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ, മുല്ലപ്പൂ വയ്ക്കണ പോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പം അകലേന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണണ്ടാവില്ല. പക്ഷെ നമ്മൾ ക്യാമറ അടുത്ത് വന്നത് നോക്കുമ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് ഒരു ഹെയർ സ്റ്റൈലായിട്ട് എടുക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് തന്നെ നമ്മൾ പുട്ടപ്പ് ചെയ്ത് വെക്കുകയാണ്. ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് നമുക്കിതിങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ വലിച്ചിടാം. പോർഷനിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഹെയർ എടുക്കാം. ഇത്രയും ഹെയർ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ 2 സെക്ഷൻ ആക്കാം. അങ്ങനെ 2 സെക്ഷൻ ആക്കാം. എന്നിട്ട് ഇത് രണ്ടും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 2 സൈഡിൽ നിന്നും കുറച്ച് ഹെയർ ഇങ്ങനെ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് നമുക്ക് പിന്നിടാം.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ. ഇത് നമ്മൾ ക്രൗൺ പോർഷനിൽ നിന്ന് നമ്മുടെ കുറച്ച് ഹെയർ എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ പിരിച്ചു കൊടുത്തിട്ട് അവിടെ ഒരു സ്ലൈഡ് കുത്തി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പിന്നിടുകയാണ് കേട്ടോ, മെടഞ്ഞിടുകയാണ്. അത് നമുക്ക് ലോങ് ഹെയറിനാണെങ്കിലും ഷോർട്ട് ഹെയറിനാണെങ്കിലും നല്ല രസം ഉണ്ടാവട്ടെ. ഇങ്ങനെ മെടഞ്ഞിടുമ്പോൾ കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ 4 മെടച്ചിലൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ, അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ മെടഞ്ഞിടുക. പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് ക്ഷീണമായി, നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു, ടെറസിൽ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഹെയർ സ്റ്റൈൽസ് വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ.